മലിനീകരണം സൃഷ്ടിക്കുകയും പരിസ്ഥിതിക്ക് ദോഷം വരുത്തുകയും ചെയ്യുന്ന പഴയതും അനുയോജ്യമല്ലാത്തതുമായ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് ഒഴിവാക്കാനായാണ് 2021 കേന്ദ്ര സർക്കാർ വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസി അഥവാ വാഹനം പൊളിക്കൽ നയം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ മോട്ടോർ വാഹന നിയമമനുസരിച്ച് ഒരു വാഹനത്തിന്റെ ഫിറ്റ്നസ് 15 വർഷമാണ്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പുതിയ വാഹനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കും. അത്തരത്തിലുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുകയാണ് സ്ക്രാപ്പ് പോളിസിയുടെ ലക്ഷ്യം. 15 വർഷം പഴക്കമുള്ള വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും 20 വർഷം പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങളുമാണ് ഈ നയം അനുസരിച്ച് പൊളിക്കേണ്ടത്. കാലാവധി പൂർത്തിയാകുന്നതോടെ വാഹനങ്ങൾ ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമാകണം. ഫിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കില്ല. ഇതോടെ വാഹനം പൊളിക്കേണ്ടി വരും. ഇങ്ങനെ വാഹനം പൊളിച്ച് പുതിയത് വാങ്ങുമ്പോൾ വാഹന ഉടമകൾക്ക് റോഡ് നികുതിയിൽ ഇളവ് ലഭിക്കും. ഇത്തരത്തിൽ വാഹനങ്ങൾ പൊളിക്കുന്നതിനായി സംസ്ഥാനത്ത് 3 കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിൽ ആദ്യത്തേത് KSRTC റെയിൽവേയുടെ സഹകരണത്തോടെ എടപ്പാളിൽ തുടങ്ങും. മറ്റ് 2 കേന്ദ്രങ്ങൾക്കായുള്ള വിജ്ഞാപനവും മറ്റും ഉടനുണ്ടാകും. ഈ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധയിലാദ്യം പ്രതികരിക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ഡയറക്ടർ ഉപേന്ദ്രൻ നാരായണൻ. പുകമലിനീകരണം അല്ലെങ്കിൽ റോഡ് വർത്തിനെസ് ഒട്ടും തന്നെ ഇല്ലാത്ത വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യണമെന്നൊരു പോളിസി 2021 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. നമുക്ക് 3 തരം വാഹനങ്ങളാണ് ഉള്ളത്. വാഹനങ്ങൾ എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യലും പ്രൈവറ്റും. അതുകൂടാതെ ഇതിന്റെ ഏജ് കൺസിഡർ ചെയ്യുന്ന ഒന്ന് ഇപ്പോഴത്തെ കറണ്ട് മോഡൽസ് എന്ന് വെച്ചാൽ ഇപ്പോൾ റോഡിലൂടെ ഓടുന്ന കറണ്ട് മോഡൽസ് ഉണ്ട്. അതിന് മുമ്പുള്ള ക്ലാസിക് മോഡൽസ് ഉണ്ട്. അപ്പൊ ഈ വാഹനങ്ങൾ ക്ലാസിക് മോഡൽസ് പലതും ഓടിക്കൊണ്ടിരിക്കുകയാണ്. 20 ഇയേഴ്സ് വരെയാണ് ഇതിനൊരു സ്ക്രാപ്പിംഗിന്റെ ഏജ് പറയുന്നത്. 20 ഇയേഴ്സിന് ശേഷമുള്ള വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യണമെന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങളിൽ പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ക്ലാസിക് മോഡൽസ് ഓടിച്ച് ജീവിക്കുന്ന ടാക്സി ഡ്രൈവർമാര് അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുടെ വണ്ടികൾ ഇതൊക്കെ എന്താകും എന്നുള്ളതിനെ പറ്റി ജനങ്ങളിലൊരു വലിയ ആശങ്ക നിലവിൽ തന്നെ ഉണ്ട്. അപ്പോ ഇതിനെ പരിഹാരം ഉണ്ടാക്കേണ്ടതായിട്ടും കൂടിയുണ്ട്. ഒരു വാഹനം റോഡ് വർത്തി കണ്ടീഷനിലാക്കാനായിട്ട് എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 15 കൊല്ലം കഴിഞ്ഞാലും പൊതുനിരത്തിൽ ഇറക്കാനുള്ള നല്ല അവസ്ഥയിലാണോ എന്നുള്ളതാണ് ഗുഡ് റോഡ് വർത്തി കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുകമലിനീകരണം മാത്രമല്ല, മറ്റതിന്റെ മെക്കാനിക്കൽ സിസ്റ്റംസ് എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനാണോ? കാരണം പല വാഹനങ്ങളും ഇപ്പൊ തീ പിടിക്കുന്നുണ്ട്. അപ്പൊ തീ പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ല. അതിന്റെ വയറിംഗ് ഹാർനസ് ഒക്കെ കത്തി പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് വരുമ്പോഴാണ് സ്ക്രാപ്പിംഗ് പോളിസി ഉടലെടുത്തതും 2021 ഇപ്പൊ 2027 കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യഘട്ടം മലബാർ ഏരിയയിലാവും. അത് മിക്കവാറും 4-5 മാസം കൊണ്ട് നടപ്പാകും. അതേപോലെ തന്നെ സെൻട്രൽ സോണായ എറണാകുളം, സദേൺ സോണായ കൊല്ലത്തോ തിരുവനന്തപുരത്തോ 2 കൂടെ വരും. അപ്പൊ കേരളം മുഴുവനായിട്ട് നമുക്ക് സ്ക്രാപ്പിംഗ് സോണുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ വാഹനങ്ങൾ, പഴയ വാഹനങ്ങൾ MVD ആണ് നിശ്ചയിക്കുന്നത്. ഇതിന്റെ കാലപ്പഴക്കം കൊണ്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ മറ്റ് റോഡ് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകുന്നു, പുക, അല്ലെങ്കിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഇല്ലാത്ത വാഹനങ്ങൾ, അല്ലെങ്കിൽ റോഡ് വർത്തി കണ്ടീഷൻ അല്ലാത്ത വാഹനങ്ങൾ, ഇതെല്ലാം സ്ക്രാപ്പ് ചെയ്യപ്പെടും. അപ്പൊ ഇത് നല്ലൊരു തീരുമാനമാണ്. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവരൊക്കെ പ്രകൃതിയെ സ്നേഹിക്കുക മാത്രമല്ല, ഇങ്ങനെയുള്ള പോളിസി വരുമ്പോൾ പുതിയ വാഹനം മേടിക്കുമ്പോൾ പ്രൈവറ്റ് കാറുകൾക്ക് 15% ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാകും. കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണെങ്കിൽ 10% ഇളവ് ലഭിക്കും നമ്മൾ വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ചിലരുടെ അച്ഛന്റെ ഓർമ്മയ്ക്കായി വെച്ചേക്കുന്ന ചില വാഹനങ്ങളുണ്ട്, കുടുംബത്തിന്റെ സ്വത്തായിട്ട് വെച്ചേക്കുന്ന ചില വാഹനങ്ങളുണ്ട്. അത് സ്ക്രാപ്പ് ചെയ്യാനോ വിൽക്കാനോ താല്പര്യമില്ലാത്ത ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള വാഹനങ്ങൾ എന്ത് ചെയ്യും? പിന്നെ അത് ക്ലാസിക് വെഹിക്കിൾസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഇന്ത്യയിൽ നിലവിലില്ലാത്ത ഒരുപാട് വാഹനങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഉണ്ട്, മ്യൂസിയം പോലെയൊക്കെ സൂക്ഷിക്കാനായിട്ട്. അതിന് ബോംബെയിലൊക്കെ അതിന് പ്രത്യേകമായിട്ട് ലൈസൻസ് കൊടുത്ത് കീപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്, ഒരു പ്രത്യേക ഫീസ് വാങ്ങിയിട്ട്. അങ്ങനെ എന്തായാലും ഇതിന്റെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. പക്ഷേ വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വാഹനത്തിന്റെ ലൈഫ് 20 കൊല്ലം മാത്രമേ കാണുള്ളൂ. അത് വ്യക്തമായിട്ടും കൃത്യമായിട്ടും റോഡ് വർത്തി കണ്ടീഷൻ ആക്കുക എന്നുള്ളതാണ്. കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചുമാറ്റാൻ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത് സ്വാഗതാർഹമാണ്. ഒപ്പം നിയമക്കുരുക്കുകളിൽപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിലും റോഡരികിലും മറ്റും കിടന്ന് നശിച്ചു പോകുന്ന വാഹനങ്ങൾ വിൽപ്പന നടത്തിയോ പൊളിച്ചോ സർക്കാരിലേക്ക് മുതൽക്കൂട്ടാനുള്ള നടപടികൾ കൂടിയുണ്ടാകണം. സ്റ്റേറ്റ് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ
ജെയിംസ് മുട്ടിക്കൽ. പഴയ വാഹനങ്ങൾ നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ടമാനം ശല്യവും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് 15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങളും 20 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളും നശിപ്പിച്ച് വീണ്ടും റോഡിൽ ഇറങ്ങാത്ത ഒരു സ്ഥിതിയിലേക്ക് വരുത്താനുള്ള ഒരു സംവിധാനം കുറെ വർഷങ്ങളായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വാഹനങ്ങൾ പൊളിച്ച് നീക്കുന്നതിനായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് സർക്കാർ അംഗീകാരത്തോടു കൂടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ 2-3 മേഖലകളായി തിരിച്ചുകൊണ്ട് അതിനുള്ള സൗകര്യം KSRTCയുടെ ആഭിമുഖ്യത്തിലും റെയിൽവേയുടെ വർക്ക്ഷോപ്പുമായിട്ട് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇതില് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ 20 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾ പൊളിക്കുക എന്ന് പറയുമ്പോൾ 20 വർഷം കഴിഞ്ഞ്